പ്രിയമുള്ളവരെ, വചനജ്വാല 1255 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 6 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 32 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം. ദാവീദിന്റെ സങ്കീർത്തനം ഒരു പ്രബോധന ഗീതം. അതിക്രമങ്ങൾക്ക് മാപ്പും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുകയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ഗോൺസാല ഗാർസിയയെ അനുസ്മരിക്കുന്നു. ഫ്രാൻസിസ്കൻ സന്യാസിയും രക്തസാക്ഷിയുമായ ഗോൺസാല ഗാർസിയ പോർച്ചുഗീസുകാരനായ പിതാവിൻ്റെയും ഈസ്റ്റ് ഇന്ത്യയിൽ ബൊസാനിയയിലെ ഒരു കാനറീസ് മാതാവിൻ്റെയും പുത്രനാണ്. ഈശോ സഭക്കാരുടെ കീഴിൽ വിദ്യാഭ്യാസം നടത്തി. 25 വയസ്സിൽ ബഹിഷ്കൃതരായ ഈശോ സഭ വൈദികരുടെ കൂടെ ഗാർസിയായും ജപ്പാനിലേക്ക് പോയി. സ്നേഹപ്രകൃതിയായ ഗോൺസാല അതിവേഗം ജപ്പാൻ ഭാഷ പഠിക്കുകയും ധാരാളം മിത്രങ്ങളെ നേടുകയും ചെയ്തു. 8 കൊല്ലം ഒരു ഉപദേശിയായി അധ്വാനിച്ചു. അനന്തരം അൽക്കോവായിൽ പോയി കച്ചവടം ആരംഭിച്ചു. പെട്ടെന്ന് കച്ചവടം അഭിവൃദ്ധിപ്പെട്ടു. ഇടയ്ക്കിടെ മലിനയിൽ പോകുകയും ഫ്രാൻസിസ്കൻ വൈദികരെ പരിചയപ്പെടുകയും ഒരു ആത്മായ സഹോദരനായി അവരുടെ ഗണത്തിൽ ചേരുകയും ചെയ്തു. 1952 ഫ്രാൻസിസ്കൻ വൈദികരോടു കൂടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി.
5 കൊല്ലത്തോളം കഠിനമായ ദൈവവേല ചെയ്തു. ജപ്പാൻ ചക്രവർത്തിയുടെ സിംഹാസനം ഈ മിഷനറിമാർ തകർത്തു കളയുമെന്ന ഭയത്താൽ ഇവരെ വീട്ടുതടങ്കലിലാക്കി. കുറച്ച് ദിവസത്തിനകം അവരെ അറസ്റ്റ് ചെയ്യുകയും ഇടത് ചെവി ഛേദിച്ചു കളയുകയും ചെയ്തു. 1597 നാഗസാക്കിയിൽ വെച്ച് 26 പേരെയും കുരിശിൽ തറച്ചു. 2 പേർ കുന്തം കൊണ്ട് ഗാർസിയായുടെ ഇരുവശത്തു നിന്നും കുത്തി. ഒരു കുന്തം ഹൃദയം ഭേദിച്ചു. അപ്പോഴും ഗാർസിയ ദൈവസ്തുതി പാടിക്കൊണ്ടിരുന്നു. പ്രിയരെ, ഇന്ന് തന്നെയാണ് രക്തസാക്ഷികളായി 26 പേരെയും ആഗോള സഭയിൽ ആദരിക്കുന്നത്. രക്തസാക്ഷികളായ വിശുദ്ധ ഗൊൺസാല ഗാർസിയായുടെയും പോൾ മിക്കിയുടെയും ബാക്കി 24 പേരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല സുദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കട്ടെ. താങ്ക് യു.